വെൽക്കം ബാക്ക്. ഫ്യൂച്ചർ കണ്ടിന്യൂസും ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസും എങ്ങനെ യൂസ് ചെയ്യാം അതാണ് നമ്മൾ ഇന്ന് മെയിൻലി ഡിസ്കസ് ചെയ്യുന്നത്. മറ്റു ടെൻസസും ഇടയിൽ കാണും. സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഞാൻ മലയാളത്തിൽ പറയുന്ന വാചകങ്ങളെ നിങ്ങൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ പറയുന്നത് പോലെ തന്നെ ആയിരിക്കണമെന്നില്ല, ഒരുപക്ഷെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും ചോദിക്കാം. ഒരേ കാര്യം തന്നെ നമുക്ക് പല രീതിയിൽ പറയാൻ സാധിക്കും. പലപ്പോഴും നമുക്ക് ഒരേ കാര്യം പറയാൻ ഒന്നിലധികം ടെൻസസും യൂസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് തന്നെ ആവണമെന്നില്ല നിങ്ങളുടെ ആൻസർ. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും ചോദിക്കാം. നമുക്ക് നമ്മുടെ ലെസൺ സ്റ്റാർട്ട് ചെയ്യാം. വീണ്ടും നീ അത് ചെയ്താൽ ഞാൻ നിന്നെ അടിക്കും. നമ്മളിവിടെ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഇവിടെ രണ്ട് ക്ലോസസ് ഉണ്ട്. നീ അത് ചെയ്യും, അതാണ് ആദ്യത്തെ ക്ലോസ്. രണ്ടാമത്തെ ക്ലോസ് എന്ന് പറയുന്നത് ഞാൻ നിന്നെ അടിക്കും. നീ അത് ചെയ്യുമെന്ന് എങ്ങനെ പറയും? ഫ്യൂച്ചറിലാണ് നമ്മളിവിടെ സംസാരിക്കുന്ന രണ്ട് കാര്യങ്ങളും ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. ചെയ്താൽ അടിക്കും എന്നാണ് പറയുന്നത്. ഇപ്പൊ ചെയ്യുന്നുണ്ട് എന്നല്ല പറയുന്നത്, ഭാവിയിൽ ചെയ്തേക്കാം, അങ്ങനെ സംഭവിച്ചാൽ അടിക്കും എന്നാണ് പറയുന്നത്. അതായത് നമ്മളിവിടെ സംസാരിക്കുന്ന രണ്ട് കാര്യങ്ങളും ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. നീ അത് ചെയ്യും എന്നെങ്ങനെ പറയും? നമ്മൾ സിമ്പിൾ ഫ്യൂച്ചറാണ് അവിടെ യൂസ് ചെയ്യുന്നത്. യു വിൽ ഡു ദാറ്റ്. വീണ്ടും എഗെയിൻ, യു വിൽ ഡു ദാറ്റ് എഗെയിൻ. ഞാൻ നിന്നെ അടിക്കും. ഇതും ഫ്യൂച്ചർ ടെൻസിൽ തന്നെയാണ്, സിമ്പിൾ ഫ്യൂച്ചർ തന്നെയാണ് നമ്മൾ ഈ ഐഡിയയും എക്സ്പ്രസ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഐ വിൽ ഹിറ്റ് യു അല്ലെങ്കിൽ ഐ വിൽ സ്ലാപ്പ് യു എന്ന് പറയാം. രണ്ടും നമുക്ക് പറയാവുന്നതാണ്. അപ്പൊ ഇതാണ് നമ്മുടെ രണ്ട് ക്ലോസസ്. യു വിൽ ഡു ദാറ്റ് എഗെയിൻ, നീ വീണ്ടും അത് ചെയ്യും. ഐ വിൽ ഹിറ്റ് യു, ഞാൻ നിന്നെ അടിക്കും. നീ അത് ചെയ്താൽ ഞാൻ നിന്നെ അടിക്കും, അതാണ് നമുക്ക് പറയേണ്ടത്. അതായത് നമുക്ക് ഇതിനെ കണക്ട് ചെയ്യണം. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ, നീ ചെയ്യുകയാണെങ്കിൽ ഞാൻ നിന്നെ അടിക്കും എന്നല്ലേ പറയേണ്ടത്. അപ്പോൾ എങ്കിൽ എന്ന മീനിങ്ങിന് വേണ്ടി നമ്മൾ ഈഫ് എന്നൊരു കണക്ടർ ഉപയോഗിക്കും, കൺജങ്ഷൻ ഉപയോഗിക്കും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് കിട്ടുന്നത്? ഇഫ് യു ഡു ദാറ്റ് എഗെയിൻ ഐ വിൽ ഹിറ്റ് യു. അപ്പോൾ നിങ്ങൾക്കിത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മളിവിടെ ഈഫ് ഉപയോഗിച്ച് ഇത് കണക്ട് ചെയ്യുമ്പോൾ ടെൻസിൽ ചെറുതായ ഒരു വ്യത്യാസം വന്നു. അതായത് ഈഫ് ഉപയോഗിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്ത ക്ലോസിൽ നമ്മളിപ്പോൾ ഉപയോഗിച്ചിട്ടുള്ളത് സിമ്പിൾ പ്രസന്റ് ആണ്. നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ അല്ല ഉപയോഗിക്കുന്നത്. മറ്റേ ക്ലോസിൽ ഐ വിൽ ഹിറ്റ് യു എന്ന മെയിൻ ക്ലോസിൽ മാത്രമാണ് നമ്മളിവിടെ സിമ്പിൾ ഫ്യൂച്ചർ യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു കൺജങ്ഷൻ ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ക്ലോസ് എപ്പോഴും ഒരു സബോർഡിനേറ്റ് ക്ലോസ് അല്ലെങ്കിൽ ഡിപ്പെൻഡന്റ് ക്ലോസ് ആയിരിക്കും. കൺജങ്ഷൻ ഇല്ലാത്ത ക്ലോസിനാണ് നമ്മൾ മെയിൻ ക്ലോസ് എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇഫ് യു ഡു ദാറ്റ് എഗെയിൻ എന്നത് സബോർഡിനേറ്റ് ക്ലോസ് ആണ്. ആ ക്ലോസിനെ ഈഫ് എന്ന കൺജങ്ഷൻ ഉപയോഗിച്ചിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഐ വിൽ ഹിറ്റ് യു എന്ന ക്ലോസിൽ നമുക്ക് കൺജങ്ഷൻസോ റിലേറ്റീവ് പ്രൊനൗൺസോ ഒന്നും കാണുന്നില്ല. ഇങ്ങനെ കൺജങ്ഷനോ റിലേറ്റീവ് പ്രൊനൗണോ ഒന്നും ഇല്ലാത്തൊരു ക്ലോസ് എപ്പോഴും ഇൻഡിപെൻഡന്റ് ക്ലോസ് ആയിരിക്കും. അതിനാണ് നമ്മൾ മെയിൻ ക്ലോസ് എന്ന് പറയുന്നത്. മെയിൻ ക്ലോസസിന് തനിച്ച് നിൽക്കാൻ സാധിക്കും, പക്ഷേ സബോർഡിനേറ്റ് ക്ലോസസിന് ഒരു മെയിൻ ക്ലോസിന്റെ കൂടെ നിൽക്കാൻ സാധിക്കും. നീ അത് വീണ്ടും ചെയ്യുകയാണെങ്കിൽ, ഇഫ് യു ഡു ദാറ്റ് എഗെയിൻ, അത് കേൾക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും അതിന്റെ മീനിങ് കംപ്ലീറ്റ് അല്ല എന്ന്. പക്ഷേ ഐ വിൽ ഹിറ്റ് യു എന്ന് പറയുമ്പോഴോ, ഞാൻ നിന്നെ അടിക്കൂ എന്ന് പറയുമ്പോഴോ അതിന്റെ മീനിങ് കംപ്ലീറ്റ് ആണ്. ഇവിടെ ഈഫ് എന്ന കൺജങ്ഷൻ ചേരുമ്പോൾ അതിന് ചെയ്യുകയാണെങ്കിൽ എന്നൊരു മീനിങ് വന്നു. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ എന്തെങ്കിലും വേറൊരു ഇൻഫർമേഷൻ കൂടി ആഡ് ചെയ്താലാണ് ആ ക്ലോസിൻ്റെ മീനിങ് കംപ്ലീറ്റ് ആയിട്ട് വരുള്ളൂ. ഇതുകൊണ്ടാണ് ഇത്തരം ക്ലോസസിന് നമ്മൾ സബോർഡിനേറ്റ് ക്ലോസസ് അല്ലെങ്കിൽ ഡിപ്പെൻഡന്റ് ക്ലോസസ് എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മൾ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന രണ്ട് കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ മെയിൻ ക്ലോസിൽ മാത്രമാണ് ഫ്യൂച്ചർ ടെൻസ് യൂസ് ചെയ്യുക. സബോർഡിനേറ്റ് ക്ലോസിൽ നമ്മൾ സിമ്പിൾ പ്രസന്റ് ആണ് യൂസ് ചെയ്യുക. അതുകൊണ്ടാണ് നമ്മളിവിടെ ഇഫ് യു വിൽ ഡു ദാറ്റ് എന്ന് പറയുന്നതിന് പകരം ഇഫ് യു ഡു ദാറ്റ് എന്ന് പറഞ്ഞത്. ഇഫ് യു ഡു ദാറ്റ് എഗെയിൻ ഐ വിൽ ഹിറ്റ് യു. ഇവിടെ മെയിൻ ക്ലോസ് ആയ ഐ വിൽ ഹിറ്റ് യുവിൽ മാത്രമാണ് നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ യൂസ് ചെയ്തിട്ടുള്ളത്. സബോർഡിനേറ്റ് ക്ലോസിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഇതെപ്പോഴും ശ്രദ്ധിക്കുക. നമ്മളിങ്ങനെ നടക്കാൻ പോകുന്ന രണ്ട് കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ രണ്ട് ക്ലോസിലും ഫ്യൂച്ചർ ടെൻസ് യൂസ് ചെയ്യരുത്. മെയിൻ ക്ലോസിൽ മാത്രം ഫ്യൂച്ചർ ടെൻസ് യൂസ് ചെയ്യുക, സബോർഡിനേറ്റ് ക്ലോസിൽ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യുക. നിന്റെ പിറന്നാളിന് ഞാൻ നിനക്ക് ഒരു സൈക്കിൾ വാങ്ങിച്ചു തരും അല്ലെങ്കിൽ വാങ്ങിച്ചു തരാം. ഇതൊരു പ്രോമിസ് ആണ്. നമ്മളൊരു പ്രോമിസ് കൊടുക്കുന്നതിന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഓഫർ ചെയ്യുന്നത്, ഇതിനെല്ലാം നമ്മൾ ഉപയോഗിക്കുക വിൽ ആണ്. വിൽ പ്ലസ് V1. ഞാൻ നിനക്ക് ഒരു സൈക്കിൾ വാങ്ങിച്ചു തരും എന്നല്ലേ പറയുന്നത്. അതെങ്ങനെയാ പറയുന്നത്? സബ്ജക്റ്റ് ഐ ആണ്. ഐ, വാങ്ങിക്കുക ബൈ, വാങ്ങിക്കും. ഐ വിൽ ബൈ യു എ ബൈസിക്കിൾ ഫോർ യുവർ ബർത്ത്ഡേ. അങ്ങനെയാണ് നമുക്കിത് കിട്ടുന്നത്. ഐ വിൽ ബൈ യു എ ബൈസിക്കിൾ ഫോർ യുവർ ബർത്ത്ഡേ. ഇത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ രണ്ട് ഒബ്ജക്റ്റ് ഉണ്ട്. ബൈ എന്ന വെർബിന് ഇവിടെ രണ്ട് ഒബ്ജക്റ്റ് ഉണ്ട്. അതിൽ ആദ്യം വന്നിരിക്കുന്ന ഒബ്ജക്റ്റ് യു, അത് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ്. രണ്ടാമത് വന്നിരിക്കുന്ന ബൈസിക്കിൾ, അതാണ് ഡയറക്റ്റ് ഒബ്ജക്റ്റ്. ഒരു വെർബിന് ഇങ്ങനെ രണ്ട് ഒബ്ജക്റ്റ് വരുന്ന സമയത്ത് അതിലെ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് എപ്പോഴും ഒരു വ്യക്തിയായിരിക്കും. ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഒരു വസ്തു എന്തെങ്കിലും ആയിരിക്കും. ഇങ്ങനെ വെർബിന് രണ്ട് ഒബ്ജക്ട്സ് വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ ആദ്യം ഉപയോഗിക്കുന്നത് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആയിരിക്കും. അതിനുശേഷമാണ് ഡയറക്റ്റ് ഒബ്ജക്റ്റ് നോർമലി വരിക.
അതുകൊണ്ടാണ് നമ്മളിവിടെ ഐ വിൽ ബൈ യു എ ബൈസിക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മളിവിടെ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റായി യു ആണ് വെർബിന് ശേഷം ആദ്യം വന്നത്, അതിനുശേഷമാണ് ബൈസിക്കിൾ എന്ന് ഡയറക്റ്റ് ഒബ്ജക്റ്റ് വന്നിട്ടുള്ളത് എന്ന് നോക്കുക. ഇനി നമുക്ക് ഡയറക്റ്റ് ഒബ്ജക്റ്റിനെ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റിന് മുന്നിലേക്ക് വെക്കണമെങ്കിൽ നമ്മൾ ടു അല്ലെങ്കിൽ ഫോർ എന്നൊരു പ്രൊപ്പോസിഷൻ യൂസ് ചെയ്യേണ്ടി വരും. നമുക്കിത് ഇങ്ങനെയും പറയാം, ഐ വിൽ ബൈ എ ബൈസിക്കിൾ ഫോർ യു ഫോർ യുവർ ബർത്ത്ഡേ. പക്ഷെ ഇങ്ങനെ പറയുന്നതാണ് കേൾക്കാൻ കുറച്ചുകൂടി സുഖം. ഇപ്പോൾ വിളിച്ചിട്ട് കാര്യമില്ല. നമ്മളൊരു കാര്യം ചെയ്യുന്നത് കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല എന്ന് പറയുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ സ്ട്രക്ചർ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ വിളിച്ചിട്ട് കാര്യമില്ല. നമ്മളിതിന് ഇംഗ്ലീഷിൽ ഒരു സ്പെഷ്യൽ സ്ട്രക്ചർ ഉപയോഗിക്കും. ഇറ്റ് ഈസ് നോ യൂസ് എന്ന് വെച്ചാണ് നമ്മൾ തുടങ്ങുന്നത്. ഇപ്പോൾ വിളിച്ചിട്ട് കാര്യമില്ല, പ്രയോജനമില്ല എന്നർത്ഥം. ഇറ്റ് ഈസ് നോ യൂസിന് ശേഷം നമ്മൾ ING ഫോമാണ് എപ്പോഴും യൂസ് ചെയ്യുക. നമുക്കിവിടെ പറയേണ്ടത് വിളിച്ചിട്ട് കാര്യമില്ല എന്നാണ്, ഫോൺ ചെയ്തിട്ട് കാര്യമില്ല എന്നർത്ഥം. അപ്പോൾ നമ്മളിത് ഇങ്ങനെയാണ് പറയുന്നത്, ഇറ്റ് ഈസ് നോ യൂസ് കോളിംഗ് ഓർ ഫോണിംഗ് നൗ. ഇപ്പൊ വിളിച്ചിട്ട് കാര്യമില്ല. ഫോണിംഗ് എന്ന് പറഞ്ഞാൽ ഫോൺ ചെയ്യുക, കോളിംഗ് എന്ന് പറഞ്ഞാലും അത് തന്നെയാണ് അർത്ഥം. ഇറ്റ് ഈസ് നോ യൂസ് ഫോണിംഗ് ഓർ കോളിംഗ് നൗ. ഈ സ്ട്രക്ചറിൽ എപ്പോഴും ING ഫോം ആണ് യൂസ് ചെയ്യുന്നത്, ശ്രദ്ധിക്കുക. ഇതിങ്ങനെ തന്നെ വേണം പറയാൻ. ഇറ്റ് ഉപയോഗിച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇറ്റ് ഈസ് നോ യൂസ്, അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് ING ഫോം ആണ്. അവനോട് തർക്കിച്ച് കാര്യമില്ല എന്നാണ് പറയേണ്ടതെങ്കിലോ നമ്മളിത് ഇങ്ങനെയാണ് പറയുക, ഇറ്റ് ഈസ് നോ യൂസ് ആർഗ്യൂയിങ് വിത്ത് ഹിം. അവനോട് തർക്കിച്ച് ഒരു കാര്യവുമില്ല. കാത്തു നിൽക്കുന്നതിൽ കാര്യമില്ല എന്നാണ് പറയേണ്ടതെങ്കിലോ അങ്ങനെയാണെങ്കിൽ നമ്മളിത് ഇങ്ങനെയാണ് പറയുക, ഇറ്റ് ഈസ് നോ യൂസ് വെയിറ്റിംഗ്. കാത്തു നിന്നിട്ട് ഒരു കാര്യവുമില്ല. ഇതൊരു ഫിക്സ്ഡ് ആയ ഒരു സ്ട്രക്ചറാണ്. ഇത് ഇറ്റ് ഉപയോഗിച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം നോ യൂസിന് ശേഷം നമ്മൾ ING ഫോം തന്നെ വേണം യൂസ് ചെയ്യാൻ. നമുക്ക് അവിടെ പിന്നെ ടു ഇൻഫിനിറ്റീവ് യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അവൻ ഉറങ്ങാൻ പോയിട്ടുണ്ടാവും. ഇവിടെ നമ്മളൊരു കാര്യം ഊഹിച്ച് പറയുകയാണ്. ഇപ്പൊ നടക്കുന്ന കാര്യമാണ് പറയുന്നത്. ഇപ്പൊ ഫോൺ ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഇത് പറയുന്നത്. അവൻ ഉറങ്ങാൻ പോയിട്ടുണ്ടാവുമെന്ന്. അതായത് അവൻ ഇപ്പോൾ ഉറങ്ങുകയായിരിക്കും എന്നർത്ഥം. ഇപ്പോൾ നടക്കുന്ന ഒരു കാര്യം നമ്മളിവിടെ ഊഹിച്ച് പറയുകയാണ് ചെയ്യുന്നത്, ഭാവിയെക്കുറിച്ചല്ല സംസാരിക്കുന്നത്. ഇങ്ങനെ ഒരു കാര്യം, ഇപ്പോൾ നടക്കുന്ന ഒരു കാര്യത്തിനെ കുറിച്ച് ഊഹിച്ച് പറയുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുക ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് നമുക്ക് യൂസ് ചെയ്യാം, മീനിങ്ങിനനുസരിച്ച് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യാം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫ്യൂച്ചർ ടെൻസസ് നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്നത് പ്രസന്റിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഊഹിച്ച് പറയുന്നതിന് വേണ്ടിയാണ്. പ്രസന്റ് ടെൻസസ് നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്നത് ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ്. ഇവിടെ നമുക്ക് പറയേണ്ടത് അവൻ ഉറങ്ങാൻ പോയിട്ടുണ്ടാവും എന്നാണ്. ഉറങ്ങാൻ പോവുക എന്നതിന് ഗോ ടു ബെഡ് എന്നാണ് പറയുക. നമുക്കിവിടെ വേണ്ടത് അതിന്റെ ഫ്യൂച്ചർ പെർഫെക്റ്റ് ഫോം ആണ്. ഇവിടുത്തെ സബ്ജക്റ്റ് ഹി ആണ്, അവൻ. ഫ്യൂച്ചർ പെർഫെക്റ്റിന്റെ ഫോം എന്താണ്? വിൽ ഹാവ് പ്ലസ് V3 ആണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിന്റെ ഫോം. പെർഫെക്റ്റ് ടെൻസസ് എല്ലാം നമ്മൾ V3 ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത്. പ്രസന്റ് പെർഫെക്റ്റ് ആണെങ്കിൽ ഹാവ് പ്ലസ് V3 അല്ലെങ്കിൽ ഹാസ് പ്ലസ് V3 ആണ്. പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ ഹാഡ് പ്ലസ് V3 ആണ്. ഫ്യൂച്ചർ പെർഫെക്റ്റിന്റെ ഫോം എന്ന് പറയുന്നത് വിൽ ഹാവ് പ്ലസ് V3 ആണ്. വിൽ ഹാസ് എന്നൊരു ഓപ്ഷൻ ഇല്ല കേട്ടോ. സബ്ജക്റ്റ് സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും നമ്മൾ ഉപയോഗിക്കുന്നത് വിൽ ഹാവ് പ്ലസ് V3 ആണ്. അപ്പൊ ഇതിങ്ങനെയാണ് നമ്മൾ പറയാം, ഹി വിൽ ഹാവ്. ഗോ എന്ന വെർബിന്റെ V3 എന്താണ്? ഗോൺ. ഗോൺ ടു ബെഡ്. ഇറ്റ് ഈസ് നോ യൂസ് ഫോണിംഗ് നൗ. ഹി വിൽ ഹാവ് ഗോൺ ടു ബെഡ്. അവൻ ഉറങ്ങാൻ പോയിട്ടുണ്ടായിരിക്കും. അയാൾ നമ്മുടെ അടുത്തില്ല, നമ്മളിവിടെ ഊഹിക്കുകയാണ് ചെയ്യുന്നത് അയാൾ ഇപ്പൊ എന്ത് ചെയ്യുകയായിരിക്കും എന്ന്. ഇങ്ങനെ പ്രസന്റിനെ കുറിച്ച് ഊഹിച്ച് സംസാരിക്കാനാണ് നമ്മൾ പലപ്പോഴും മെയിൻലി ഫ്യൂച്ചർ ടെൻസസ് യൂസ് ചെയ്യുന്നത്. എന്റെ ലോയേഴ്സ് നിങ്ങളെ വിളിക്കുന്നതായിരിക്കും. നമുക്കിത് ആക്ച്വലി രണ്ട് രീതിയിൽ പറയാം. എന്റെ ലോയേഴ്സ്, മൈ ലോയേഴ്സ് വിളിക്കുന്നതായിരിക്കും, വിൽ കോൾ യു എന്ന് പറയാവുന്നതാണ്. പക്ഷേ ഇതിലും കോമൺ ആയി നമ്മൾ മറ്റൊരു സ്ട്രക്ചറാണ് ഇംഗ്ലീഷിൽ യൂസ് ചെയ്യാം, അല്പം ഇൻഡയറക്റ്റ് ആയ ഒരു സ്ട്രക്ചർ. നമുക്കിത് ഇങ്ങനെയും പറയാം, യു വിൽ ബി ഹിയറിംഗ് ഫ്രം മൈ ലോയേഴ്സ്. ഈ രീതിയിലാണ് പൊതുവെ ഇത് ഇംഗ്ലീഷുകാർ പറയാൻ സാധ്യത. മൈ ലോയേഴ്സ് വിൽ കോൾ യു എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ അവർ ഉപയോഗിക്കാൻ സാധ്യത യു വിൽ ബി ഹിയറിംഗ് ഫ്രം മൈ ലോയേഴ്സ് എന്നാണ്. മലയാളത്തിൽ തീർച്ചയായും നമ്മൾ ഈ സ്ട്രക്ചർ യൂസ് ചെയ്യില്ല. എൻ്റെ ലോയേഴ്സ് നിങ്ങളെ വിളിക്കും, അങ്ങനെ തന്നെ നമ്മൾ പറയുള്ളൂ. ഇംഗ്ലീഷിൽ പക്ഷേ ഇത്ര ഒരു സ്ട്രക്ചർ കൂടി ഉണ്ട്. ഇതാണ് ആക്ച്വലി കൂടുതൽ കോമൺ ആയി അവർ ഉപയോഗിക്കുന്നതും. യു വിൽ ബി ഹിയറിംഗ് ഫ്രം മൈ ലോയേഴ്സ് അല്ലെങ്കിൽ യു വിൽ ബി ഹിയറിംഗ് ഫ്രം മീ എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും, അതാണ് ആ സെന്റൻസിന് അർത്ഥം. ഞാൻ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും, എന്തെങ്കിലും ഇൻഫർമേഷൻ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് നിന്ന് ലഭിക്കും എന്നാണ് പറയുന്നത്. അതിന് നമ്മൾ ഐ വിൽ കോണ്ടാക്ട് യു എന്ന് പറയുന്നതിന് പകരമാണ് ഇത് പറയുന്നത് യു വിൽ ബി ഹിയറിംഗ് ഫ്രം മീ. അങ്ങനെയും നമുക്ക് പറയാമെന്നർത്ഥം. രണ്ട് രീതിയിലും പറയാം, പക്ഷെ ഇതിൽ രണ്ടാമത് എഴുതിയിരിക്കുന്ന രീതിയാണ് കുറച്ചുകൂടി ഇംഗ്ലീഷിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ടെൻസ്, രണ്ടാമത്തെ സെന്റൻസിൽ യൂസ് ചെയ്തിട്ടുള്ള ടെൻസ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണ് കേട്ടോ. ആദ്യത്തെ സെന്റൻസ്
സെന്റൻസിൽ നമ്മൾ ഉപയോഗിച്ചത് സിമ്പിൾ ഫ്യൂച്ചർ ആണ്. രണ്ടാമത്തെ സെന്റൻസിൽ ഉപയോഗിച്ചിട്ടുള്ള ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിന്റെ ഫോം എന്ന് പറയുന്നത് വിൽ ബി പ്ലസ് ING ആണ്. സബ്ജക്ട് സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും എല്ലാം നമ്മൾ വിൽ ബി പ്ലസ് ING തന്നെയാണ് ഉപയോഗിക്കുക. യു വിൽ ബി ഹിയറിംഗ് ഫ്രം മൈ ലോയേഴ്സ്. ഈ വരുന്ന ദിവസങ്ങളിലൊന്നിൽ ഞാൻ നിങ്ങളെ സന്ദർശിക്കുന്നതായിരിക്കും. ഇതെങ്ങനെയാ പറയുന്നത്? നമുക്കിത് സിമ്പിൾ ഫ്യൂച്ചർ ഉപയോഗിച്ച് വേണമെങ്കിൽ പറയാം. ഐ വിൽ വിസിറ്റ് യു വൺ ഓഫ് ദീസ് ഡേയ്സ് എന്ന് പറയാം. പക്ഷേ നമ്മൾ അതിൽ കൂടുതൽ ഇവിടെ ഉപയോഗിക്കാൻ സാധ്യത ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണ്. ഐ വിൽ ബി വിസിറ്റിംഗ് യു വൺ ഓഫ് ദീസ് ഡേയ്സ്. സിമ്പിൾ ഫ്യൂച്ചർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ സംസാരിക്കുന്നതിനിടയിൽ എടുക്കുന്ന ഡിസിഷൻസിനെ കുറിച്ച് പറയാനാണ് നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ മെയിൻലി യൂസ് ചെയ്യുന്നത്. ഫ്യൂച്ചർ കണ്ടിന്യൂസ് അല്ലെങ്കിൽ പ്രസന്റ് കണ്ടിന്യൂസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പോഴേ തീരുമാനിച്ച ഭാവി കാര്യങ്ങളെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ്. ഇവിടെ ഇപ്പോൾ ഞാൻ പറയുന്നത് ഞാൻ നിങ്ങളെ ഈ വരുന്ന ദിവസങ്ങളിലൊന്നിൽ എന്നതിന് നമുക്ക് വൺ ഓഫ് ദീസ് ഡേയ്സ് എന്ന് പറയാം. അങ്ങനെ ഈ അടുത്തൊരു ദിവസം ഞാൻ നിങ്ങളെ സന്ദർശിക്കുന്നതായിരിക്കും എന്നാണ് പറയുന്നത്. അതായത് തീരുമാനം ഇപ്പോഴേ ഉണ്ട്, സന്ദർശനം പക്ഷെ ഭാവിയിലേ നടക്കാൻ പോകുന്നുള്ളൂ. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ഇവിടെ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണ് കൂടുതൽ അപ്രോപ്രിയേറ്റ്. ഐ വിൽ വിസിറ്റ് യു എന്ന് പറയുന്നതിലും നല്ലത് ഐ വിൽ ബി വിസിറ്റിംഗ് യു വൺ ഓഫ് ദീസ് ഡേയ്സ് എന്ന് പറയുന്നതാണ്. രാത്രി വീട്ടിൽ തന്നെ ഉണ്ടാവുമോ? വീട്ടിലുണ്ടാവുക, പുറത്തെവിടെയും പോവാതെ വീട്ടിലിരിക്കുന്നതിന് നമ്മൾ സ്റ്റേ ഇൻ എന്ന് പറയും. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. പുറത്തെവിടെയും പോവാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്നതിന് സ്റ്റേ ഇൻ എന്നാണ് പറയുക. അപ്പോൾ ഇതൊരു ചോദ്യമാണ്. രാത്രി വീട്ടിൽ തന്നെ ഉണ്ടാവുമോ? നമുക്കറിയേണ്ടത് ആ ആളിന്റെ തീരുമാനത്തിനെ കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇതേ ഐഡിയ എക്സ്പ്രസ് ചെയ്യുന്നതിന് വേണ്ടി ഫ്യൂച്ചർ കണ്ടിന്യൂസ് യൂസ് ചെയ്യാം. ഫ്യൂച്ചർ കണ്ടിന്യൂസിന്റെ ഫോം എന്ന് പറയുന്നത് വിൽ ബി പ്ലസ് ING ആണ്. പ്രസന്റ് കണ്ടിന്യൂസിന്റെ ഫോം എന്ന് പറയുന്നത് ഈസ്, ആം, ആർ പ്ലസ് ING ആണ്. രാത്രി വീട്ടിൽ തന്നെ ഉണ്ടാവുമോ എന്ന് ചോദിക്കുമ്പോൾ കേൾക്കുന്നയാള് യു, അതാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അല്ലെങ്കിൽ നമ്മളിവിടെ മെൻഷൻ ചെയ്തിട്ടില്ല, പക്ഷെ അയാളാണ്, കേൾക്കുന്നത് ആരോ അവരാണ് ഇവിടുത്തെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ യുവിന്റെ കൂടെ നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസിൽ യൂസ് ചെയ്യുന്ന ഓക്സിലറി ആർ ആണ്. നമുക്കിത് രണ്ട് രീതിയിൽ പറയാം. വിൽ യു ബി സ്റ്റേയിങ് ഇൻ ടുനൈറ്റ്? രാത്രി വീട്ടിൽ തന്നെ ഉണ്ടാവുമോ? ഇന്ന് പുറത്തു പോവാതെ ഇന്ന് രാത്രി വീട്ടിൽ തന്നെ ഉണ്ടാവുമോ എന്നാണ് ചോദ്യം. വിൽ യു ബി സ്റ്റേയിങ് ഇൻ ടുനൈറ്റ്? അല്ലെങ്കിൽ നമുക്ക് എന്ത് ചോദിക്കാം? ആർ യു സ്റ്റേയിങ് ഇൻ ടുനൈറ്റ്? അതും നമുക്ക് ചോദിക്കാവുന്നതാണ്. ആർ യു സ്റ്റേയിങ് ഇൻ ടുനൈറ്റ് എന്ന് ചോദിച്ചാലും വിൽ യു ബി സ്റ്റേയിങ് ഇൻ ടുനൈറ്റ് എന്ന് ചോദിച്ചാലും ഒരേ മീനിങ് തന്നെയാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ കുറച്ചുകൂടി പൊളൈറ്റ് ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വളരെ ഡയറക്റ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇന്ന് വൈകുന്നേരം വീട്ടിൽ തന്നെ ഇരിക്കാമോ? നേരത്തെ ഉണ്ടാവുമോ എന്നാണ് ചോദിച്ചത്. നമ്മളവിടെ ഒരു കാര്യം ആവശ്യപ്പെടുകയല്ല, നമുക്ക് ഇൻഫർമേഷൻ ആണ് വേണ്ടത്. വീട്ടിൽ തന്നെ ഉണ്ടായിരിക്കുമോ, എന്താണ് നിങ്ങളുടെ തീരുമാനം എന്നറിയാനാണ് കഴിഞ്ഞ് നമ്മൾ വിൽ യു ബി സ്റ്റേയിങ് ഇൻ ടുനൈറ്റ് എന്ന് ചോദിച്ചത്. ഇവിടെ നമുക്ക് വേണ്ടത് ഇന്ന് വീട്ടിൽ തന്നെ ഇരിക്കാമോ എന്നാണ് ചോദിക്കുന്നത്. അതായത് ഇന്ന് പുറത്തു പോവാതെ വീട്ടിൽ തന്നെ ഇരിക്കാമോ? നമ്മളൊരാളുടെ അടുത്ത് ഒരു കാര്യം ചെയ്യാൻ പറയുകയാണ്. നമ്മളൊരാളോട് ഒരു കാര്യം ചെയ്യാൻ പറയാൻ നമുക്ക് വിൽ ഉപയോഗിക്കാം. വിൽ യു എന്ന് വെച്ച് നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിത് ഇങ്ങനെയാണ് പറയുന്നത്. വിൽ യു സ്റ്റേ ഇൻ ദിസ് ഈവനിങ്? ഇന്ന് വൈകുന്നേരം പുറത്തു പോവാതെ വീട്ടിൽ തന്നെ ഇരിക്കാമോ? വിൽ യു സ്റ്റേ ഇൻ ദിസ് ഈവനിങ്? വിൽ യു ബി സ്റ്റേയിങ് ഇൻ ടുനൈറ്റ് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അവരുടെ ഡിസിഷനാണ് അറിയേണ്ടത്. എന്താണ് അവർ ചെയ്യാൻ പോകുന്നത് എന്നറിയുന്നതിന് വേണ്ടിയാണ് ചോദ്യം. വിൽ യു സ്റ്റേ ഇൻ എന്ന് ചോദിക്കുമ്പോൾ അതിനർത്ഥം ഇന്ന് ഇരിക്കാമോ? നമ്മൾ അവരുടെ അടുത്തൊരു കാര്യം അങ്ങോട്ട് ആവശ്യപ്പെടുകയാണ്. ഇതൊരു റിക്വസ്റ്റോ ഓർഡറോ ഒക്കെയാണ്. ഇന്ന് വീട്ടിലിരിക്കാമോ എന്ന് ചോദിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ വിൽ യു സ്റ്റേ ഇൻ എന്ന് ചോദിച്ചത്. സിമ്പിൾ ഫ്യൂച്ചറാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിന് മുന്നത്തെ സെന്റൻസിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആയിരുന്നു. നീ വരുന്നത് വരെ ഞാൻ കാത്തു നിൽക്കാം. ഇവിടെ നമ്മൾ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. രണ്ടും ഭാവിയിൽ നടക്കാനുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ രണ്ട് ക്ലോസസ് ഉണ്ട്. ക്ലോസസ് ഏതെല്ലാമാണ്? നീ വരും, യു വിൽ കം. ഞാൻ കാത്തു നിൽക്കാം, ഐ വിൽ വെയിറ്റ്. ഇതാണ് നമ്മുടെ രണ്ട് ക്ലോസുകൾ. യു വിൽ കം ബാക്ക് എന്ന് പറയുമ്പോൾ തിരിച്ചു വരുമെന്നാണ്. ഞാനിവിടെ എഴുതിയത് വരുമെന്ന് മാത്രമാണ്. യു വിൽ കം ബാക്ക് എന്ന് പറഞ്ഞാൽ തിരിച്ചു വരുമെന്നർത്ഥം. അപ്പോൾ നമ്മുടെ രണ്ട് ക്ലോസസ് ഇതെല്ലാമാണ്. ഐ വിൽ വെയിറ്റ്, ഞാൻ കാത്തു നിൽക്കും. യു വിൽ കം ബാക്ക്, നീ തിരിച്ചു വരും. ഇനി നമുക്കിതിനെ കണക്ട് ചെയ്യണം. തിരിച്ചു വരുന്നത് വരെ ഞാൻ കാത്തു നിൽക്കാം എന്നാണ് പറയുന്നത്. അതിന് നമ്മളിവിടെ ഉപയോഗിക്കുന്ന കൺജങ്ഷൻ ഏതാണ്? വരെ. അതുവരെ ഞാൻ കാത്തു നിൽക്കാം. അതുവരെ എന്ന് പറയുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കൺജങ്ഷൻ അണ്ടിൽ ആണ്. അപ്പൊ നമ്മളിത് ഇങ്ങനെയാണ് പറയുന്നത്. ഐ വിൽ വെയിറ്റ് അണ്ടിൽ യു കം ബാക്ക്. നീ തിരിച്ചു വരുന്നത് വരെ ഞാൻ കാത്തു നിൽക്കാം. അല്ലെങ്കിൽ അണ്ടിൽ യു കം, നീ വരുന്നത് വരെ ഞാൻ കാത്തു നിൽക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ കണക്ട് ചെയ്തപ്പോൾ നമ്മൾ അണ്ടിലിന് ശേഷം വന്ന ക്ലോസിൽ ഉപയോഗിച്ചിട്ടുള്ളത് സിമ്പിൾ പ്രസന്റ് ആണ്. മെയിൻ ക്ലോസിൽ ഉപയോഗിച്ചിട്ടുള്ളത് സിമ്പിൾ ഫ്യൂച്ചർ ആണ്. പക്ഷെ സബോർഡിനേറ്റ് ക്ലോസിൽ അണ്ടിൽ ഒരു സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആണ്. ഒരു സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ക്ലോസ് ഒരു സബോർഡിനേറ്റ് ക്ലോസ് ആണ്. ഇങ്ങനെ രണ്ട് കാര്യങ്ങളും ഭാവിയെക്കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടിയാകുമ്പോൾ നമ്മൾ മെയിൻ ക്ലോസിൽ മാത്രമാണ് ഫ്യൂച്ചർ ടെൻസ് യൂസ് ചെയ്യുന്നത്. സബോർഡിനേറ്റ് ക്ലോസിൽ നമ്മളപ്പോൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുക.
ഐ വിൽ വെയിറ്റ് അണ്ടിൽ യു കം ബാക്ക് എന്നാണ് പറയേണ്ടത്. അണ്ടിൽ യു വിൽ കം ബാക്ക് എന്ന് പറയരുത്. നമ്മൾ വൈകിയിരിക്കുന്നു, ഇതെങ്ങനെയാ പറയുന്നത്? വി ആർ ലേറ്റ്. നമ്മൾ വൈകിയിരിക്കുന്നു. നമ്മൾ സ്റ്റേഷനിൽ എത്തുമ്പോഴേക്കും ട്രെയിൻ പോയിട്ടുണ്ടാവും. നമ്മൾ സ്റ്റേഷനിൽ ഇപ്പം എത്തിയിട്ടില്ല, നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് വൈകിയാണ് ഇറങ്ങിയിരിക്കുന്നത്. നമ്മൾ എത്തുമ്പോഴേക്കും, അതായത് എത്തുക എന്നത് ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യമാണ്. അങ്ങനെ ഫ്യൂച്ചറിൽ ഏതോ ഒരു സമയം, ആ സമയമാവുമ്പോഴേക്കും വേറൊരു കാര്യം നടന്നിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ സ്റ്റേഷനിൽ എത്തുമ്പോഴേക്കും ട്രെയിൻ പോയിട്ടുണ്ടാവും. ട്രെയിനാണ് ആദ്യം പോവുക, നമ്മൾ അതിന് ശേഷമാണ് സ്റ്റേഷനിൽ എത്തുക. ഇങ്ങനെ ഭാവിയിൽ ഏതെങ്കിലും ഒരു സമയമാവുമ്പോഴേക്കും ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരിക്കും എന്ന് പറയുന്നതിന് നമ്മൾ ഉപയോഗിക്കുക ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണ്. ഇവിടെ നമുക്ക് പറയേണ്ടത് നമ്മൾ സ്റ്റേഷനിൽ എത്തുന്ന ആ ഭാവിയിലെ ആ സമയം ഉണ്ടല്ലോ, ആ സമയമാവുമ്പോഴേക്കും ട്രെയിൻ പോയിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്. അതായത് ട്രെയിൻ പോവുക എന്ന ആക്ഷൻ അതിനോടകം കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരിക്കും എന്നർത്ഥം. ഇതെങ്ങനെയാണ് നമ്മൾ പറയുന്നത്? ട്രെയിൻ പോയിട്ടുണ്ടാവും എന്നെങ്ങനെ പറയും? ട്രെയിൻ ആണ് ഇവിടെ ആ ക്ലോസിന്റെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണ് യൂസ് ചെയ്യാന്ന് പറഞ്ഞു. ഫ്യൂച്ചർ പെർഫെക്റ്റിന്റെ ഫോം എന്ന് പറയുന്നത് വിൽ ഹാവ് പ്ലസ് V3 ആണ്. ദ ട്രെയിൻ വിൽ ഹാവ് ലെഫ്റ്റ്. ലീവ് എന്നതിന്റെ V3 ആണ് ലെഫ്റ്റ്. ദ ട്രെയിൻ വിൽ ഹാവ് ലെഫ്റ്റ്. നമ്മൾ സ്റ്റേഷനിൽ എത്തുമ്പോഴേക്കും, അപ്പോഴേക്കും, ബൈ ദ ടൈം. അപ്പോഴേക്കും എന്ന് പറയുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എക്സ്പ്രഷൻ ബൈ ദ ടൈം ആണ്. ദ ട്രെയിൻ വിൽ ഹാവ് ലെഫ്റ്റ് ബൈ ദ ടൈം നമ്മൾ സ്റ്റേഷനിൽ എത്തുക. വി റീച്ച് ദ സ്റ്റേഷൻ. ദ ട്രെയിൻ വിൽ ഹാവ് ലെഫ്റ്റ് ബൈ ദ ടൈം വി റീച്ച് ദ സ്റ്റേഷൻ. അപ്പോഴേക്കും എന്ന മീനിങ് എക്സ്പ്രസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മളോട് ഉപയോഗിക്കുന്ന എക്സ്പ്രഷൻ ആണ് ബൈ ദ ടൈം. ദ ട്രെയിൻ വിൽ ഹാവ് ലെഫ്റ്റ് ബൈ ദ ടൈം വി റീച്ച് ദ സ്റ്റേഷൻ. നമ്മളിവിടെ ബൈ ദ ടൈം എന്ന എക്സ്പ്രഷന് ശേഷം വന്ന ക്ലോസിൽ ഉപയോഗിച്ചിട്ടുള്ളത് സിമ്പിൾ പ്രസന്റ് ആണ്, സിമ്പിൾ ഫ്യൂച്ചർ അല്ല. നമ്മൾ സ്റ്റേഷനിലേക്ക് എത്തുക എന്നതും ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യം തന്നെയാണ്. പക്ഷെ മെയിൻ ക്ലോസിൽ മാത്രമാണ് നമ്മൾ ഫ്യൂച്ചർ ടെൻസ് യൂസ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക കേട്ടോ. മെയിൻ ക്ലോസ് ഏതാണെന്ന് ഞാൻ നേരത്തെ, മെയിൻ ക്ലോസ് എങ്ങനെ തിരിച്ചറിയാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലൊരു കൺജങ്ഷനോ റിലേറ്റീവ് പ്രൊനൗണോ ഒന്നും കാണില്ല. ദ ട്രെയിൻ വിൽ ഹാവ് ലെഫ്റ്റ് എന്ന് പറയുന്ന ആ ക്ലോസിനകത്ത് നമുക്ക് നോക്കിയാൽ കാണാം, അത് സ്റ്റാർട്ട് ചെയ്യുന്നത് സബ്ജക്റ്റായ ട്രെയിൻ ഉപയോഗിച്ചിട്ടാണ്, ദ ട്രെയിൻ ഉപയോഗിച്ചിട്ടാണ്. പിന്നെ അതിലുള്ളത് വെർബ് മാത്രമാണ്. ഒരു സബോർഡിനേറ്റ് ക്ലോസ് എപ്പോഴും ഒരു സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ അല്ലെങ്കിൽ ഒരു റിലേറ്റീവ് പ്രൊനൗൺ. റിലേറ്റീവ് പ്രൊനൗൺ എന്ന് പറയുമ്പോൾ അത് ഹൂ, വിച്ച്, ദാറ്റ്, ഹും, ഹൂസ് ഇതെല്ലാമാണ് റിലേറ്റീവ് പ്രൊനൗൺസ്. ഇതിൽ പലതും ക്വസ്റ്റ്യൻ വേർഡ്സ് ആണ്, ഇതിൽ പലതും കൺജങ്ഷൻസും ആണ്. ഇംഗ്ലീഷിൽ നമുക്ക് ഒരേ വാക്ക് തന്നെ പല രീതിയിൽ യൂസ് ചെയ്യാൻ സാധിക്കും. അത് ഒരു സെന്റൻസിനകത്ത് എങ്ങനെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി മാത്രമേ നമുക്കത് കൺജങ്ഷൻ ആണോ, റിലേറ്റീവ് പ്രൊനൗൺ ആണോ, പ്രിപ്പോസിഷൻ ആണോ എന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. ദ ട്രെയിൻ വിൽ ഹാവ് ലെഫ്റ്റ് ബൈ ദ ടൈം വി റീച്ച് ദ സ്റ്റേഷൻ. ബൈ ദ ടൈം വി വിൽ റീച്ച് ദ സ്റ്റേഷൻ എന്ന് പറയരുത്. ഫ്യൂച്ചർ ടെൻസ് യൂസ് ചെയ്യേണ്ടത് മെയിൻ ക്ലോസിൽ മാത്രമാണ്. ഭാവിയിൽ നടക്കാൻ പോകുന്ന പല കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതിൽ മെയിൻ ക്ലോസിൽ മാത്രം ഫ്യൂച്ചർ ടെൻസ് യൂസ് ചെയ്യാം, മറ്റ് ക്ലോസസിൽ പ്രസന്റ് ടെൻസ് തന്നെ യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് 9 വർഷമായി, അല്ലെങ്കിൽ 9 വർഷമായി ഞാൻ ഇവിടെ ജോലി ചെയ്തു കൊണ്ടിരിക്കുന്നു. നമ്മളിവിടെ സംസാരിക്കുന്നത് 9 വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്ത ഒരു സിറ്റുവേഷനെ കുറിച്ചാണ്. 9 വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോഴായി സംസാരിക്കുന്ന സമയം വരെയും ഈ സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. ഇനി അതൊരു പക്ഷേ ഭാവിയിലേക്കും കണ്ടിന്യൂ ചെയ്തു പോയേക്കും. ഇങ്ങനെ പാസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്ത് പ്രസന്റ് വരെ കണ്ടിന്യൂ ചെയ്ത് ഇനി വേണമെങ്കിൽ ഫ്യൂച്ചറിലേക്കും കണ്ടിന്യൂ ചെയ്ത് പോയേക്കാവുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന ടെൻസ് ഏതാണ്? നമ്മളതിന് യൂസ് ചെയ്യുക പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ചില സാഹചര്യങ്ങളിൽ നമുക്കിത് പ്രസന്റ് പെർഫെക്റ്റും ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ ആക്ച്വലി നമുക്ക് പ്രസന്റ് പെർഫെക്റ്റും യൂസ് ചെയ്യാം, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും യൂസ് ചെയ്യാം. പ്രസന്റ് പെർഫെക്റ്റിന്റെ ഫോം എന്ന് പറയുന്നത് എന്താണ്? ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് V3 ആണ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ ഫോം എന്ന് പറയുന്നത് ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ING ഫോം ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ പറയുന്നത്? പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിച്ചാണ് പറയുന്നതെങ്കിൽ നമ്മൾ എന്ത് പറയും? ജോലി ചെയ്യുക എന്നതിന് വർക്ക് എന്ന് പറയാം. അതിന്റെ പ്രസന്റ് പെർഫെക്റ്റ് ഫോം എന്താണ്? ഹാവ് വർക്ക്ഡ്. ഇവിടുത്തെ സബ്ജക്റ്റ് ഐ ആയതുകൊണ്ടാണ് നമ്മൾ ഹാവ് ഉപയോഗിക്കുന്നത് കേട്ടോ. സബ്ജക്റ്റ് ഹി ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഷീ ആയിരുന്നെങ്കിൽ നമ്മൾ ഹാസ് ആണ് ഉപയോഗിക്കായിരുന്നത്. അപ്പം ഞാനിവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് 9 വർഷമായി എന്ന് നമുക്കിങ്ങനെ പറയാം. ഐ ഹാവ് വർക്ക്ഡ് ഹിയർ ഫോർ 9 years എന്ന് പറയാം. ഈ സെൻറ്റൻസ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലാണ്. നമുക്ക് ഇത് തന്നെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്തിട്ടും പറയാം. അങ്ങനെയാകുമ്പോൾ നമ്മൾ എന്താ പറയാം? ഐ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ ഫോർ 9 years. ഞാനിവിടെ 9 വർഷമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹാവ് ബീൻ വർക്കിംഗ് എന്ന ആ വെർബ് അത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ്. പ്രസന്റ് പെർഫെക്റ്റിലായിരുന്നെങ്കിൽ ഹാവ് വർക്ക്ഡ് എന്നാണ് നമ്മൾ പറയുമായിരുന്നത്.
ഐ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ ഫോർ 9 years. ഞാൻ 9 വർഷമായി ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സിറ്റുവേഷൻ പാസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്ത് പ്രസന്റ് വരെ കണ്ടിന്യൂ ചെയ്തതാണ്. ഇത്തരം സിറ്റുവേഷൻസിനെ കുറിച്ച് പറയാൻ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് മെയിൻലി യൂസ് ചെയ്യുക. ചില സാഹചര്യങ്ങളിൽ നമുക്ക് പ്രസന്റ് പെർഫെക്റ്റും ഉപയോഗിക്കാൻ സാധിക്കും. അടുത്ത വർഷത്തോടെ ഞാൻ ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് 10 വർഷമാവും. ഇപ്പം ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് 9 വർഷമായി എന്ന് പറയും. അടുത്ത വർഷമാവുന്നതോടെ, അടുത്ത വർഷം എന്ന് പറയുമ്പോൾ അത് ഫ്യൂച്ചറിലാണല്ലേ, നമ്മളിവിടെ സംസാരിക്കുന്നത് ഫ്യൂച്ചറിലെ ഒരു പോയിന്റ് ഓഫ് ടൈമിനെ കുറിച്ചാണ്. അടുത്ത വർഷമാവുന്നതോടെ ഞാൻ ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് 10 വർഷമാവും എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഫ്യൂച്ചറിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ, ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്, ഒരു സിറ്റുവേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരിക്കും എന്ന് പറയാൻ നമ്മൾ ഏത് ടെൻസ് യൂസ് ചെയ്യുന്ന കഴിഞ്ഞ എക്സാമ്പിളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതെങ്ങനെയാ പറയുന്നത്? അടുത്ത വർഷത്തോടെ, ബൈ നെക്സ്റ്റ് ഇയർ. ഞാൻ ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് 10 വർഷമാവും. ഐ വിൽ ഹാവ് വർക്ക്ഡ് ഹിയർ ഫോർ 10 years. ബൈ നെക്സ്റ്റ് ഇയർ ഐ വിൽ ഹാവ് വർക്ക്ഡ് ഹിയർ ഫോർ 10 years. അടുത്ത വർഷത്തോടെ ഞാൻ ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് 10 വർഷമാവും. ഇവിടെ ഫ്യൂച്ചർ പെർഫെക്റ്റ് യൂസ് ചെയ്യാൻ കാരണം എന്താ? അടുത്ത വർഷത്തോടെ കംപ്ലീറ്റ് ആവും എന്നാണ് പറയേണ്ടത്. അതുകൊണ്ടാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്ന് പറയുന്നതിന് നമ്മൾ ഉപയോഗിച്ചത് പ്രസന്റ് പെർഫെക്റ്റ് ആണ്, അല്ലെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഫ്യൂച്ചറിലെ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു പ്രവൃത്തി പൂർത്തിയായിട്ടുണ്ടായിരിക്കും എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന ടെൻസ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഐ വിൽ ഹാവ് വർക്ക്ഡ് എന്ന വെർബ് യൂസ് ചെയ്യുന്നത്. അവർ 2015 വിവാഹിതരായി. 2015 പാസ്റ്റ് ആണ്. സമയം കൃത്യമായി പറയുന്നുണ്ട്, 2015 പറയുന്നു. ഇത് കഴിഞ്ഞു പോയൊരു കാര്യമാണ്. വിവാഹം കഴിക്കുന്നതിന് നമ്മൾ മാരി എന്നോ മാരീഡ് എന്നോ ഒന്നും അല്ല പറയുന്നത്. നമ്മൾ ഗെറ്റ് മാരീഡ് എന്ന എക്സ്പ്രഷനാണ് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ കൂടെ ഗെറ്റ് എന്ന വെർബാണ് യൂസ് ചെയ്യുക. അതിനുശേഷം ഉപയോഗിക്കുന്നത് V3 ആണ് കേട്ടോ. അപ്പൊ അവർ 2015 വിവാഹിതരായി എന്ന് എങ്ങനെയാണ് നമ്മൾ പറയാം? സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്. കാരണം 2015 കഴിഞ്ഞു പോയൊരു സമയമാണ്. ഗെറ്റ് എന്ന വെർബിന്റെ V2 എന്താണ്? ഗോട്ട്. ദേ ഗോട്ട് മാരീഡ് ഇൻ 2015. അവർ 2015 വിവാഹിതരായി. ഗെറ്റ് മാരീഡ് എന്നതിന്റെ V2 ആണ് ഗോട്ട് മാരീഡ് എന്നത്. 2015 വിവാഹിതരായി എന്ന് പറയുമ്പോൾ ഇപ്പൊ അവർ വിവാഹം കഴിച്ചിട്ട് 9 വർഷമായി എന്നർത്ഥമല്ലേ. ഇപ്പൊ 2024 അല്ലേ. അപ്പൊ അതെങ്ങനെയാ നമ്മൾ പറയുന്നത്? 2015 തൊട്ട് സ്റ്റാർട്ട് ചെയ്തൊരു സിറ്റുവേഷനാണിത്. ഇതാ ഈ സമയം വരെ അത് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് പറയാൻ നമ്മൾ ഏത് ടെൻസാണ് യൂസ് ചെയ്യാം? നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് അല്ലെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് യൂസ് ചെയ്യാം. ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് ഒരു ആക്ഷനെ കുറിച്ചല്ല, ഒരു സിറ്റുവേഷനെ കുറിച്ച്, ഒരു സ്റ്റേറ്റിനെ കുറിച്ചാണ്. വിവാഹിതരായിരിക്കുക എന്നതൊരു ആക്ഷൻ അല്ല, അതൊരു അവസ്ഥയാണ്, ഒരു സ്ഥിതിയാണ്. അതിനെക്കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുക പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് അല്ല, അതിന് പകരം പ്രസന്റ് പെർഫെക്റ്റ് ആണ് ഉപയോഗിക്കുക. അപ്പൊ നമ്മളിവിടെ ഉപയോഗിക്കുന്ന വെർബ് ദേ ആർ മാരീഡ് എന്ന് പറഞ്ഞാൽ അവർ വിവാഹിതരാണ് എന്നർത്ഥം. നമ്മളിവിടെ ഉപയോഗിച്ച വെർബ് ആർ എന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. നമുക്കിനി വേണ്ടത് അതിൻ്റെ പെർഫെക്റ്റ് ടെൻസ് ഫോമാണ്, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഫോമാണ്. ആറിൻ്റെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഫോം എന്ന് പറയുന്നത് ഹാവ് ബീൻ ആണ്. ഇത് ഞാൻ കഴിഞ്ഞ പല ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുള്ളതാണ്. ഈസിൻ്റെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഫോം എന്ന് പറയുന്നത് ഹാസ് ബീൻ ആണ്. വർക്ക് എന്ന വെർബിന്റെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഫോം എന്ന് പറയുന്നത് ഹാസ് വർക്ക്ഡ് അല്ലെങ്കിൽ ഹാവ് വർക്ക്ഡ് അല്ലേ. അതുപോലെ ആർ എന്ന വെർബിന്റെ പ്രസന്റ് പെർഫെക്റ്റ് ആണ് ഹാവ് ബീൻ. ഈസ് എന്ന വെർബിന്റെ പ്രസന്റ് പെർഫെക്റ്റ് ആണ് ഹാസ് ബീൻ. ഇത് നമ്മൾ ഇങ്ങനെയാണ് പറയുന്നത്: ദേ ഹാവ് ബീൻ മാരീഡ് ഫോർ 9 years. അവർ വിവാഹിതരായി 9 വർഷമായി. ദേ ആർ മാരീഡ് എന്ന് പറഞ്ഞാൽ അവർ വിവാഹിതരാണ് എന്നർത്ഥം. ദേ ഹാവ് ബീൻ മാരീഡ് ഫോർ 9 years എന്ന് പറഞ്ഞാൽ അവർ വിവാഹിതരായി 9 വർഷമായി എന്നർത്ഥം. ഫോർ സിൻസ് ഇതെല്ലാം വരുന്ന സെന്റൻസസിൽ പൊതുവെ പെർഫെക്റ്റ് ടെൻസസ് ആയിരിക്കും യൂസ് ചെയ്യുക. ഒന്നുകിൽ പെർഫെക്റ്റ് ടെൻസ് ആയിരിക്കും, അല്ലെങ്കിൽ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിരിക്കും. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് പെർഫെക്റ്റ് ടെൻസ് ആണ്, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഈ സെന്റൻസിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ദേ ആർ മാരീഡ് എന്ന് പറഞ്ഞാൽ അവർ വിവാഹിതരായി എന്നർത്ഥം. ആ സെന്റൻസ് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. ഇത് അതിന്റെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഫോം ആണ്. ഇവിടെ നമ്മൾ സമയം ഡ്യൂറേഷൻ പറയുന്നുണ്ട്, അതുകൊണ്ട് സിമ്പിൾ പ്രസന്റ് അല്ല യൂസ് ചെയ്യുക. നമുക്കിവിടെ പ്രസന്റ് പെർഫെക്റ്റ് വേണം, അല്ലെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് വേണം. നമുക്കിവിടെ സംസാരിക്കേണ്ടത് ഒരു സിറ്റുവേഷനെ കുറിച്ച്, ഒരു സ്റ്റേറ്റിനെ കുറിച്ചാണ്. അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടെൻസ് പ്രസന്റ് പെർഫെക്റ്റ് ആണ്. ആക്ടിവിറ്റിയെ കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമായിരുന്നു. ഇവിടെ ആക്ടിവിറ്റി അല്ല, ഇതൊരു സ്ഥിതിയാണ്, ഒരു സ്റ്റേറ്റ് ആണ്. അതുകൊണ്ട് പ്രസന്റ് പെർഫെക്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മളിത് ഇങ്ങനെയാണ് പറയുന്നത്: ദേ ഹാവ് ബീൻ മാരീഡ് ഫോർ 9 years. അവർ വിവാഹിതരായി 9 വർഷമായിരിക്കുന്നു. അവർ വിവാഹിതരായി അടുത്ത വർഷം 10 വർഷമാവും. നമ്മൾ കഴിഞ്ഞ എക്സാമ്പിളിൽ പറഞ്ഞ പോലെ തന്നെ ഇപ്പം നമുക്ക് പറയേണ്ടത് അടുത്ത വർഷം, നെക്സ്റ്റ് ഇയറിൽ, ഫ്യൂച്ചറിൽ നടക്കുന്ന കാര്യമാണ്. അടുത്ത വർഷമാവുന്നതോടെ അവർ വിവാഹിതരായി 10 വർഷം കംപ്ലീറ്റ് ചെയ്യുമെന്നാണ് പറയേണ്ടത്.
അതായത് ഫ്യൂച്ചറിൽ ഒരു സമയത്ത് ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ പൂർത്തിയായിട്ട് ഇത്ര സമയമാവും എന്നാണ് പറയേണ്ടത്. അടുത്ത വർഷം ആവുന്നതോടെ അവർ വിവാഹിതരായി 10 വർഷം കഴിഞ്ഞിട്ടുണ്ടാവും എന്നാണ് നമുക്ക് പറയേണ്ടത്. അതെങ്ങനെയാണ് നമ്മൾ പറയുന്നത്? ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് ഇങ്ങനെയാണ് പറയുന്നത്: they will have been married for 10 years by next year. അല്ലെങ്കിൽ next year they will have been married for 10 years. 9 വർഷമായി വിവാഹിതരായി എന്ന് പറയാൻ they have been married for 9 years എന്നാണ് പറഞ്ഞത്. ഇനി നമുക്ക് ഒരു വർഷം കൂടി കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് പറയേണ്ടത്. അതായത് ഭാവിയിൽ ഒരു പ്രത്യേക സമയത്ത് ഒരു സിറ്റുവേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത്രേ ആവും എന്നാണ് നമുക്ക് പറയേണ്ടത്. അതിന് നമ്മളോട് ഉപയോഗിക്കുന്ന ടെൻസ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണ്. നെക്സ്റ്റ് ഇയർ they will have been married for 10 years. അവരുടെ ആദ്യത്തെ കുഞ്ഞ് ജനിക്കുമ്പോൾ അവർ വിവാഹിതരായി 2 വർഷമായിരുന്നു. കുട്ടികൾ ജനിക്കുന്നതിനെ കുറിച്ച് പറയാൻ നമ്മൾ എപ്പോഴും പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുക. അപ്പോൾ ആദ്യത്തെ കുഞ്ഞ് ജനിച്ചു എന്നെങ്ങനെയാണ് പറയുന്നത്? their first child was born. നമ്മൾ ജനിച്ച വർഷത്തിനെ കുറിച്ച് പറയാനെല്ലാം ഐ വാസ് ബോൺ ഇൻ അങ്ങനെയാണ് പറയുക. ഹി വാസ് ബോൺ ഇൻ. നമ്മൾ എപ്പോഴും ജനിച്ചതിനെ കുറിച്ച് പറയാൻ പാസ്റ്റ് ടെൻസ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ഐ ആം ബോൺ ഇൻ എന്ന് പറയരുത്, ഐ വാസ് ബോൺ ഇൻ എന്ന് തന്നെ വേണം പറയാൻ. അപ്പോൾ അവരുടെ ആദ്യത്തെ കുഞ്ഞ് ജനിച്ചു, അതെങ്ങനെയാണ് പറയുന്നത്? their first child was born. ആദ്യത്തെ കുഞ്ഞ് ജനിക്കുമ്പോൾ, when their first child was born, ആദ്യത്തെ കുഞ്ഞ് ജനിക്കുമ്പോൾ അവർ വിവാഹിതരായി 2 വർഷമായിരുന്നു. അവർ വിവാഹം കഴിച്ചത് 2015 പറഞ്ഞല്ലോ. 2015 വിവാഹം കഴിച്ച് 2017 2 വർഷം കഴിഞ്ഞിട്ടാണ് അവർക്ക് കുട്ടികളുണ്ടായത്. അപ്പം നമ്മളിവിടെ സംസാരിക്കുന്നത് പാസ്റ്റിൽ ഒരു സമയത്ത് തുടങ്ങി പാസ്റ്റിൽ തന്നെ വേറെ ഒരു സമയത്ത് എൻഡ് ചെയ്തൊരു സിറ്റുവേഷനെ കുറിച്ചാണ്. നമ്മളിവിടെ സംസാരിക്കുന്ന സിറ്റുവേഷൻ 2015 തുടങ്ങി 2017 അവസാനിച്ചു. 2017 അവരുടെ കുട്ടി ജനിച്ചു. ഇങ്ങനെ പാസ്റ്റിലെ ഏതെങ്കിലും ഒരു സമയത്ത് തുടങ്ങി പാസ്റ്റിൽ തന്നെ പിന്നെയുള്ള ഒരു സമയത്ത് കഴിയുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാൻ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ നമ്മളിവിടെ പറഞ്ഞല്ലോ വിവാഹിതരായി എന്നതൊരു അവസ്ഥയാണ്. അതുകൊണ്ട് നമുക്കിവിടെ ഉപയോഗിക്കാവുന്ന ടെൻസ് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. പ്രസന്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് അതെല്ലാം നമ്മൾ യൂസ് ചെയ്യുക. പെർഫെക്റ്റ് കണ്ടിന്യൂസ് നമ്മൾ ഈ ഐഡിയ എക്സ്പ്രസ് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് പറയുന്നത്? when their first child was born. പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞല്ലോ. പാസ്റ്റ് പെർഫെക്റ്റിന്റെ ഫോം എന്താണ്? ഹാഡ് പ്ലസ് V3 ആണ് പാസ്റ്റ് പെർഫെക്റ്റിന്റെ ഫോം. നമുക്കിവിടെ ആറിന്റെ പാസ്റ്റ് പെർഫെക്റ്റ് ആണ് വേണ്ടത്, ഹാഡ് ബീൻ. ആറിന്റെ പ്രസന്റ് പെർഫെക്റ്റ് ഹാവ് ബീൻ എന്ന് പറഞ്ഞല്ലോ. ആറിന്റെ പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നത് ഹാഡ് ബീൻ ആണ്. അപ്പോൾ നമ്മളിത് ഇങ്ങനെ പറയാം: when their first child was born they had been married for 2 years. ഇത് പാസ്റ്റിൽ തുടങ്ങി പാസ്റ്റിൽ തന്നെ അവസാനിച്ചൊരു സിറ്റുവേഷനാണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അവരുടെ കുട്ടി ജനിക്കുമ്പോൾ, ആദ്യത്തെ കുഞ്ഞ് ജനിക്കുമ്പോൾ അവർ വിവാഹിതരായി 2 വർഷമായിരുന്നു എന്നർത്ഥം. when their first child was born, അവരുടെ ആദ്യത്തെ കുഞ്ഞ് ജനിച്ചപ്പോൾ അല്ലെങ്കിൽ ജനിക്കുമ്പോൾ they had been married for 2 years. അവർ വിവാഹിതരായി 2 വർഷമായിരുന്നു. ഇവിടെ for 2 years എന്നൊരു ടൈം എക്സ്പ്രഷൻ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ for 2 years, സിൻസ് ജാനുവരി, സിൻസ് 2005 ഇതിൻ്റെയൊക്കെ കൂടെ നമ്മൾ എപ്പോഴും പെർഫെക്റ്റ് ടെൻസസ് ആണ് യൂസ് ചെയ്യുക കേട്ടോ. അത് മറക്കരുത്. നമ്മൾ സിമ്പിൾ ടെൻസസ് യൂസ് ചെയ്യരുത്. they were married for 2 years എന്ന് പറയരുത്. they had been married for 2 years എന്ന് തന്നെ പറയാം. രാഹുൽ 8:30 വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് പോകും. രാഹുൽ പോവും എന്നാണ് പറയുന്നത്. ഇത് രാഹുലിൻ്റെ ഒരു റുട്ടീനാണ്. റുട്ടീൻസിനെ കുറിച്ച് സംസാരിക്കാൻ, നമ്മൾ എപ്പോഴാണ് ഓഫീസിലേക്ക് പോകുന്നത്, നമ്മൾ എപ്പോഴാണ് ഉറക്കം ഉണരുന്നത്, നമ്മൾ എപ്പോഴാണ് സ്കൂളിൽ പോകുന്നത്, എപ്പോഴാണ് ഓഫീസിൽ നിന്ന് തിരിച്ചു വരുന്നത്, എപ്പോഴാണ് ഉറങ്ങാൻ പോകുന്നത്, ഇതെല്ലാം പറയാൻ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുക. നമ്മുടെ റുട്ടീൻസിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടി എല്ലാം സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ പോവും എന്നതുകൊണ്ട് സിമ്പിൾ ഫ്യൂച്ചർ ഉപയോഗിക്കരുത്. അങ്ങനെയാണ് അവൻ്റെ പതിവ് എന്ന രീതിയിലാണ് നമ്മളിവിടെ പോകും എന്ന് പറഞ്ഞിട്ടുള്ളത്. വീട്ടിൽ നിന്ന് ഇറങ്ങി ഓഫീസിലേക്ക് പോകുന്നതിന് നമ്മൾ പറയുക ലീവ് ഹോം ഫോർ വർക്ക് എന്നാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് ലീവ് ഹോം എന്ന് പറയും. ലീവ് ഹോം എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങുക. ഓഫീസിലേക്ക് ഫോർ വർക്ക്, ജോലിക്ക് വേണ്ടി എന്നർത്ഥം. അപ്പോൾ ഇതെങ്ങനെയാണ് പറയുന്നത്? രാഹുൽ ലീവ്സ് ഹോം ഫോർ വർക്ക് അറ്റ് 8:30. ഇവിടെ ലീവ് എന്ന വെർബിന്റെ കൂടെ നമ്മളൊരു എസ് ആഡ് ചെയ്തിട്ടുണ്ടെന്ന് ശ്രദ്ധിക്കുക. കാരണം ഇവിടുത്തെ സബ്ജക്റ്റ് രാഹുൽ എന്ന സിംഗുലർ നൗൺ ആണ്. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോൾ നമ്മൾ വെർബിന്റെ കൂടെ ഒരു എസ് ആഡ് ചെയ്യും. സബ്ജക്റ്റ് പ്ലൂറൽ ആവുമ്പോഴോ സബ്ജക്റ്റ് ഐ ആവുമ്പോഴോ സബ്ജക്റ്റ് യു ആവുമ്പോഴോ നമ്മളിങ്ങനെ വെർബിന്റെ കൂടെ എസ് ആഡ് ചെയ്യില്ല. അപ്പോൾ രാഹുൽ 8:30 വീട്ടിൽ നിന്ന് ഇറങ്ങും. ഓഫീസിലേക്ക് പോകാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങും എന്ന് നമ്മൾ ഇങ്ങനെയാണ് പറയുന്നത്: രാഹുൽ ലീവ്സ് ഹോം ഫോർ വർക്ക് അറ്റ് 8:30. സമയത്തിന് മുന്നിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ അറ്റ് ആണ് കേട്ടോ. അറ്റ് 8 o'clock, അറ്റ് 8:30, അറ്റ് 9 അങ്ങനെയെല്ലാമാണ് നമ്മൾ പറയാം. ഏകദേശം 9 മണിക്ക് അയാൾ ഓഫീസിലെത്തും, ജോലി സ്ഥലത്ത് എത്തും എന്നർത്ഥം. ഇതും അയാളുടെ റുട്ടീൻ്റെ ഭാഗമാണ്. 8:30 വീട്ടിൽ നിന്ന് ഇറങ്ങുമെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അതിനെക്കുറിച്ച് പറയാൻ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിച്ചത്. ഇവിടെ ഓഫീസിൽ എത്തുന്ന സമയത്തിനെ കുറിച്ച് പറയാനും നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് തന്നെയാണ് യൂസ് ചെയ്യുക. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് പറയുന്നത്? സബ്ജക്റ്റ് ഹി ആണ്. ഹി
യൂഷ്വലി അറൈവ്സ് അറ്റ് ഹിസ് ഓഫീസ് അറ്റ് എബൌട്ട് 9 o'clock. ഏകദേശം 9 മണിക്ക് എന്നതിന് നമ്മൾ അറ്റ് എബൌട്ട് 9 o'clock എന്ന് പറയും. നമുക്കിവിടെ അറൈവ് എന്ന വെർബ് മാത്രമല്ല, നമുക്ക് റീച്ച് എന്ന വെർബ് യൂസ് ചെയ്യാം, ഗെറ്റ് ടു എന്ന വെർബ് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഓഫീസിന് പകരം നമുക്ക് വർക്ക് എന്ന നൗണും അവിടെ യൂസ് ചെയ്യാം. ഹി യൂഷ്വലി റീച്ചസ് ഹിസ് ഓഫീസ് അറ്റ് എബൌട്ട് 9 o'clock, അല്ലെങ്കിൽ ഹി യൂഷ്വലി അറൈവ്സ് അറ്റ് ഹിസ് ഓഫീസ് അറ്റ് എബൌട്ട് 9 o'clock. അതും അല്ലെങ്കിൽ ഹി യൂഷ്വലി ഗെറ്റ്സ് ടു ഹിസ് ഓഫീസ് അറ്റ് എബൌട്ട് 9 o'clock. നമുക്കിവിടെ ഹിസ് ഓഫീസ് എന്നതിന് പകരം വർക്ക് എന്ന് പറയാവുന്നതാണ്. ഹി യൂഷ്വലി റീച്ചസ് വർക്ക്, അങ്ങനെ പറയാം. ഹി യൂഷ്വലി അറൈവ്സ് അറ്റ് വർക്ക്, അതും പറയാവുന്നതാണ്. ഹി യൂഷ്വലി ഗെറ്റ്സ് ടു വർക്ക്, അതും നമുക്ക് പറയാവുന്നതാണ്. ഗെറ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന് ശേഷം ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ടു ആണ്. റീച്ചിന് ശേഷം നമ്മൾ പ്രിപ്പോസിഷൻ ഒന്നും യൂസ് ചെയ്യുന്നില്ല. അറൈവ് ആണെങ്കിൽ അതിന് ശേഷം ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ഇവിടെ അറ്റ് ആണ്. സ്ഥലങ്ങളുടെയൊക്കെ പേരിന് മുന്നിൽ നമ്മൾ അറൈവ് ഇൻ എന്നാണ് പറയുക. അറൈവ് ഇൻ മുംബൈ, അറൈവ് ഇൻ ചെന്നൈ, അറൈവ് ഇൻ കേരള, അങ്ങനെയെല്ലാമാണ് പറയുക. പക്ഷെ നമ്മൾ സ്റ്റേഷൻ, എയർപോർട്ട്, ഓഫീസ് അതിൻ്റെയൊക്കെ മുന്നിൽ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ അറൈവിന് ശേഷം അറ്റാണ്. അറൈവ് അറ്റ് ദ സ്റ്റേഷൻ, അറൈവ് അറ്റ് ഹിസ് ഓഫീസ്, അങ്ങനെയെല്ലാമാണ് നമ്മൾ പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് യൂസ് ചെയ്യുന്നതിൻ്റെ കാരണം മനസ്സിലായല്ലോ, ഇത് അയാളുടെ റുട്ടീനാണ്. നമ്മൾ പതിവായി ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിന് വേണ്ടി നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുക. യൂഷ്വലി എന്ന അഡ്വർബ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് സാധാരണ അങ്ങനെ ആ സമയത്ത് അയാൾ അവിടെ എത്താറുണ്ട് എന്ന മീനിങ്ങിന് വേണ്ടിയാണ്. ഹി യൂഷ്വലി റീച്ചസ് ഹിസ് ഓഫീസ് അറ്റ് അബൌട്ട് 9 o'clock. ഫ്രീക്വൻസി അഡ്വർബ്സ് യൂഷ്വലി എല്ലാം ഫ്രീക്വൻസി അഡ്വർബാണ്. യൂഷ്വലി, ഓൾവേസ്, സംടൈംസ്, ഫ്രീക്വൻ്റ്ലി, ഒക്കേഷണലി, ഇതെല്ലാം ഫ്രീക്വൻസി അഡ്വർബ്സ് ആണ്. അതായത് ഒരു പ്രവൃത്തി എപ്പോഴെല്ലാം നടക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളാണിത്. ഇത്തരം വാക്കുകൾ പൊതുവെ വെർബിൻ്റെ മുന്നിൽ, മെയിൻ വെർബിൻ്റെ മുന്നിലും ഓക്സിലറി വെർബിന് ശേഷമായിട്ടാണ് വരിക. ഇവിടുത്തെ ഈ സെൻറ്റൻസസിൽ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് ഈ സെൻറ്റൻസസ് എല്ലാം. അതുകൊണ്ട് തന്നെ വെർബിൽ ഒറ്റ വാക്കേ ഉള്ളൂ, V2 മാത്രമാണുള്ളത്. അതുകൊണ്ട് ഫ്രീക്വൻസി അഡ്വർബ് ആ V2വിന് മുന്നിലാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് ശ്രദ്ധിക്കും. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങളും അയാളുടെ റുട്ടീൻ്റെ ഭാഗമായിരുന്നു. ഇനി നമ്മൾ ഊഹിച്ച് പറയുകയാണ്, 8:30 ഓഫീസിലേക്ക് പോകുന്ന ഒരാൾ 8 മണിക്ക് വീട്ടിലുണ്ടാവും അല്ലേ? നമുക്ക് ഉറപ്പില്ല, പക്ഷെ സാധാരണഗതിയിൽ അങ്ങനെ ഉണ്ടാവേണ്ടതാണ്. നമുക്ക് അറിയില്ല അയാൾ വീട്ടിലുണ്ട് എന്ന് നമുക്ക് കൃത്യമായി അറിയുമെങ്കിൽ നമ്മൾ എന്താ പറയുക? അറ്റ് 8 o'clock ഹീ ഈസ് അറ്റ് ഹോം എന്ന് പറയും. അതിനർത്ഥം 8 മണിക്ക് അവൻ വീട്ടിൽ ഉണ്ട് എന്നാണ്. നമുക്കിവിടെ പറയേണ്ടത് ഉണ്ടാകും എന്നാണ്. അതായത് ഉണ്ടായിരിക്കാം, ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല, പക്ഷെ ഒരു ലോജിക്കൽ കൺക്ലൂഷൻ. 8:30 അയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതെങ്കിൽ 8 മണിക്കും 8:15 ഒക്കെ അയാൾ വീട്ടിൽ തന്നെ ഉണ്ടാവണം. ഇങ്ങനെ നമ്മൾ ഊഹിച്ചു പറയുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് സിമ്പിൾ പ്രസന്റ് അല്ല, മറിച്ച് നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ ആണ്. അപ്പോൾ നമ്മളിവിടെ ഈസ് എന്ന ഹി ഈസ് അറ്റ് ഹോം എന്നതിൻ്റെ സിമ്പിൾ ഫ്യൂച്ചർ ആണ് നമ്മളിവിടെ ഉപയോഗിക്കുക. അറ്റ് 8 o'clock ഹി വിൽ ബി അറ്റ് ഹോം. 8 മണിക്ക് അയാൾ വീട്ടിലുണ്ടാവും. ഇവിടെ വിൽ ബി എന്ന് പറയുന്നത് ഈസ് എന്ന സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഉപയോഗിക്കുന്ന വെർബിന്റെ സിമ്പിൾ ഫ്യൂച്ചർ ആണ് കേട്ടോ. വിൽ ബി എന്ന് പറഞ്ഞാൽ ഈസിന്റെ സിമ്പിൾ ഫ്യൂച്ചർ ആണ്. ആറിന്റെ സിമ്പിൾ ഫ്യൂച്ചറും വിൽ ബി തന്നെയാണ്. ആമിന്റെ സിമ്പിൾ ഫ്യൂച്ചറും വിൽ ബി തന്നെയാണ്. ഇപ്പോൾ 8:45 സമയം. 8:30 അയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇപ്പോൾ 8:45 എന്ന് എങ്ങനെയാ പറയുന്നത്? ഇറ്റ് ഈസ് 8:45 നൗ. ഇപ്പോൾ 8:45 അയാൾ വീട്ടിൽ നിന്നും ഇറങ്ങിയിട്ടുണ്ടായിരിക്കും. ഇതും നമ്മൾ ഊഹിച്ചാണ് പറയുന്നത്. 8:30 അയാൾ ഇറങ്ങുമെന്ന് പറഞ്ഞു, അതാണ് അയാളുടെ റുട്ടീൻ. അപ്പോൾ 8:45 ആകുമ്പോൾ അയാൾ ഇറങ്ങിയിട്ടുണ്ടായിരിക്കും. ഒരു ലോജിക്കൽ കൺക്ലൂഷനാണ്. അതെങ്ങനെയാണ് നമ്മൾ പറയുന്നത്? വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരിക്കും, ആ പ്രവൃത്തി കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരിക്കും എന്നാണ് നമുക്ക് പറയേണ്ടത്. അതിന് നമ്മൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങുക എന്നതിന് ലീവ് എന്ന് പറയും. ഹി വിൽ ഹാവ് ലെഫ്റ്റ് ദ ഹൗസ്. അയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരിക്കും. ഫ്യൂച്ചർ പെർഫെക്റ്റിന്റെ ഫോം എന്ന് പറയുന്നത് വിൽ ഹാവ് പ്ലസ് V3 ആണ്. ലീവ് എന്ന വെർബിന്റെ V3 ആണ് ലെഫ്റ്റ്. ഇറ്റ് ഈസ് 8:45 നൗ ഹി വിൽ ഹാവ് ലെഫ്റ്റ് ദ ഹൗസ്. അയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരിക്കും. 9 മണിക്കാണ് ഓഫീസിൽ എത്തുക എന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ 8:45 സമയം. അപ്പൊ അയാൾ ഇപ്പൊ യാത്ര ചെയ്യായിരിക്കും, ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. അതെങ്ങനെയാണ് നമ്മൾ പറയുന്നത്? അയാൾ ഓഫീസിലേക്ക് പോവുകയായിരിക്കും. ഇവിടെ നമുക്ക് സിമ്പിൾ ഫ്യൂച്ചർ ഉപയോഗിക്കാം, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഉപയോഗിക്കാം. പോവുകയായിരിക്കും എന്ന അർത്ഥത്തിൽ നമുക്ക് ഹി വിൽ ബി ഗോയിങ് ടു വർക്ക് എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഹി വിൽ ബി ഓൺ ഹിസ് വേ ടു വർക്ക്. അതും നമുക്ക് പറയാവുന്നതാണ്. ഹി വിൽ ബി ഓൺ ഹിസ് വേ ടു വർക്ക് എന്ന് പറയുമ്പോൾ അയാൾ ഓഫീസിലേക്കുള്ള യാത്രയിലായിരിക്കും എന്നർത്ഥം. ഹി വിൽ ബി ഗോയിങ് ടു വർക്ക് എന്ന് പറയുമ്പോൾ അയാൾ ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും എന്നർത്ഥം. അയാൾ 9 മുതൽ 5 വരെയാണ് ജോലി ചെയ്യുന്നത്. ഇത് അയാളുടെ റുട്ടീൻ്റെ ഭാഗമാണ്. ഇതിനെക്കുറിച്ച് പറയാൻ അപ്പോൾ നമ്മൾ ഏത് ടെൻസാണ് യൂസ് ചെയ്യുക? ആളുകളുടെ റുട്ടീൻസിനെ കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന ടെൻസ് സിമ്പിൾ പ്രസന്റ് ആണ്. 9 മുതൽ 5 മണി വരെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നമ്മൾ ഇങ്ങനെയാണ് പറയുന്നത്. ഹി വർക്ക്സ് ഫ്രം 9 to 5. അയാൾ 9 മുതൽ 5 മണി വരെയാണ് ജോലി ചെയ്യുന്നത്. ഹി വർക്ക്സ് ഫ്രം 9 o'clock to 5 o'clock എന്ന് പറഞ്ഞാൽ
പറഞ്ഞാലും ഹി വർക്ക്സ് ഫ്രം 9 to 5 എന്ന് പറഞ്ഞാലും ഒക്കെ മീനിങ് ഒന്ന് തന്നെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹി വർക്ക്സ് ഫ്രം 9 AM to 5 PM അങ്ങനെയും പറയാവുന്നതാണ്. 9 to 5 എന്ന് പറഞ്ഞാലും മീനിങ് അവിടെ വ്യക്തമാണ്. 2:30 അയാൾ ജോലി ചെയ്യുകയായിരിക്കും. 9 മണി മുതൽ 5 മണി വരെ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി 2:30 എന്ത് ചെയ്യായിരിക്കും? ജോലി ചെയ്യായിരിക്കും. ഇത് നമ്മുടെ ഊഹമാണ്. ഇതിനെക്കുറിച്ച് പറയാൻ നമ്മൾ ഏത് ടെൻസാണ് യൂസ് ചെയ്യുന്നത്? നമുക്ക് ജോലി ചെയ്യുകയായിരിക്കും എന്നാണ് പറയേണ്ടത്. അതൊരു കണ്ടിന്യൂസ് ആക്ടിവിറ്റിയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഉപയോഗിക്കുക ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണ്. അറ്റ് 2:30 ഹി വിൽ ബി വർക്കിംഗ്. 2:30 അയാൾ ജോലി ചെയ്യുകയായിരിക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ടെൻസസ് ഒന്നും ഫ്യൂച്ചറിനെ കുറിച്ച് പറയാനല്ല ഇവിടെ ഉപയോഗിക്കുന്നത്. നമ്മളിവിടെ പ്രസന്റിനെ കുറിച്ച് ഊഹിച്ചു പറയുന്നതിന് വേണ്ടിയാണ് ഈ ടെൻസസ് എല്ലാം ഇവിടെ യൂസ് ചെയ്യുന്നത്. 5 മണിക്ക് അയാൾ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരിക്കും. 5 മണി വരെയാണ് അയാൾ ജോലി ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അയാൾ 5 മണിക്ക് ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരിക്കും. ഇത് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണ്. അറ്റ് 5 o'clock ഹി വിൽ ഹാവ് ലെഫ്റ്റ് ഹിസ് ഓഫീസ് എന്ന് പറയാം, അല്ലെങ്കിൽ അറ്റ് 5 o'clock ഹി വിൽ ഹാവ് ലെഫ്റ്റ് വർക്ക് എന്നും നമുക്ക് പറയാവുന്നതാണ്. 8:30 9:30 ഇടയിൽ എന്നെ വിളിക്കരുത്. ഒരു കാര്യം ചെയ്യരുത് എന്നാണ് പറയുന്നത്. ഒരു കാര്യം ചെയ്യരുത് എന്ന് പറയാൻ നമ്മൾ ഡോണ്ട് ഉപയോഗിക്കും. വിളിക്കരുത് എന്ന് പറയാൻ ഡോണ്ട് കോൾ. എന്നെ ഡോണ്ട് കോൾ മീ. 8:30 9:30 ഇടയിൽ, ബിറ്റ്വീൻ 8 and 9. ഡോണ്ട് കോൾ മീ ബിറ്റ്വീൻ 8 and 9. എന്നെ 8:30 9:30 ഇടയിൽ വിളിക്കരുത്. ഞാൻ ഭക്ഷണം കഴിക്കുകയായിരിക്കും. ആ സമയത്ത് ഞാൻ ഭക്ഷണം കഴിക്കുകയായിരിക്കും എന്നാണ് പറയുന്നത്. ഇവിടെയും തന്നെ ഒരു ഊഹമാണ് പറയുന്നത്. ഒരു കണ്ടിന്യൂസ് ആയ ഒരു ആക്ടിവിറ്റി, ആ സമയത്ത് ഒരു ആക്ടിവിറ്റി കണ്ടിന്യൂസ്ലി നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും എന്നാണ് നമുക്ക് പറയേണ്ടത്. നമ്മൾ ഉപയോഗിക്കുന്നത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണ്. ഐ വിൽ ബി ഹാവിങ് ഡിന്നർ. ഭക്ഷണം കഴിക്കുന്നതിന് ഹാവ് ഡിന്നർ അങ്ങനെയാണ് പറയുന്നത്. ഡിന്നർ, ലഞ്ച്, ബ്രേക്ക്ഫാസ്റ്റ് ഇതിൻ്റെ ഒന്നും മുന്നിൽ നമ്മൾ പൊതുവെ ഈറ്റ് എന്ന വെർബ് യൂസ് ചെയ്യില്ല. ഹാവ് ഡിന്നർ, ഹാവ് ലഞ്ച്, ഹാവ് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെയൊക്കെയാണ് നമ്മൾ പറയുക. ഐ വിൽ ബി ഹാവിങ് ഡിന്നർ. ആ സമയത്ത് ഞാൻ ഭക്ഷണം കഴിക്കുകയായിരിക്കും എന്നർത്ഥം. 9 മണിക്ക് ശേഷം വിളിച്ചാൽ മതി. വിളിച്ചാൽ മതി എന്നാണ് പറയുന്നത്. കോൾ മീ ആഫ്റ്റർ 9 o'clock. 9 മണിക്ക് ശേഷം എന്നെ വിളിച്ചാൽ മതി. കോൾ മീ ആഫ്റ്റർ 9 o'clock. ഞാൻ അപ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ആക്ടിവിറ്റി കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരിക്കും എന്നാണ് നമുക്ക് പറയേണ്ടത്. ആക്ടിവിറ്റി തുടർന്നുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന് പറയാൻ നമ്മൾ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണ് യൂസ് ചെയ്തത്. ഇവിടെ പൂർത്തിയായിട്ടുണ്ടായിരിക്കും എന്ന് പറയാൻ നമ്മൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് ഉപയോഗിക്കും. ഐ വിൽ ഹാവ് ഫിനിഷ്ഡ് ഡിന്നർ ബൈ ദെൻ. ബൈ ദെൻ എന്ന് പറഞ്ഞാൽ അപ്പോഴേക്കും എന്നർത്ഥം. അതായത് 9 മണി കഴിയുന്നതോടെ എൻ്റെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും എന്നാണ് പറയേണ്ടത്. ഐ വിൽ ഹാവ് ഫിനിഷ്ഡ് ഡിന്നർ ബൈ ദെൻ. ഞാൻ ആ സമയം ആവുമ്പോഴേക്കും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ഫ്യൂച്ചർ പെർഫെക്റ്റും ഫ്യൂച്ചർ കണ്ടിന്യൂസും എങ്ങനെയെല്ലാം പ്രസന്റിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ഊഹിച്ച് പറയാൻ ഉപയോഗിക്കുക എന്നാണ് നമ്മൾ ഇന്ന് മെയിൻലി ഡിസ്കസ് ചെയ്തത്. ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ സീരീസിലുള്ള മറ്റു വീഡിയോസും കാണുക. താങ്ക് യു ഫോർ വാച്ചിങ്.